സഖാവ് സ്വരാജിൻ്റെ വരവോടുകൂടി സുനിശ്ചിതമായ LDF വിജയത്തിൻ്റെ മാറ്റുകൂടുകയാണ്. എല്ലാ അർത്ഥത്തിലും സ്വരാജ് നിലമ്പൂരിലെ ജനങ്ങൾ സ്വന്തമായി കാണുന്ന സ്ഥാനാർത്ഥിയാണ്, വേറൊരാളല്ല. അതുകൊണ്ട് നിലമ്പൂരിൽ വേറൊരു ഓപ്ഷനില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് LDF ആണ്, സ്വരാജാണ്. അതുകൊണ്ട് LDFൻ്റെ കൺവെൻഷൻ നാളെയാണ്. സ്വരാജ് ഇന്ന് അവിടെ എത്തും. വർക്ക് നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിസ്സംശയം ഞാൻ പറയുന്നു, LDF പൂർണ്ണമായും അവിടെ മുമ്പിലാണ്. ഓരോ നിമിഷവും മുമ്പിലേക്ക് കൊണ്ടിരിക്കുകയാണ്, വീണ്ടും. അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷം നേടി LDF സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് വിജയിക്കുമെന്ന് ഉറപ്പാണ്. അതാണ് UDF. ഈ പ്രതിസന്ധിയും തമ്മിലടിയും എല്ലാമാണ് UDF. അതിന് ഏച്ചു കെട്ടിയാലും എപ്പോഴും പൊട്ടിത്തകരാം. ആ പാർട്ടിയെ നയിക്കുന്നത്, UDF നയിക്കുന്ന പാർട്ടി അതാ, കോൺഗ്രസ് ആണ്. അതിൻ്റെ അവസ്ഥ എന്താ? ഇവിടുത്തെ കാര്യം മാത്രമല്ല, അഖിലേന്ത്യാ അവസ്ഥ എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ 2 വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ പ്രത്യക്ഷമായി തന്നെ മോദിയെ പിന്താങ്ങുകയാണ്. ശശി തരൂരും സൽമാൻ ഖുർഷിദും നിസ്സാരന്മാരല്ല. ആ പാർട്ടിയെ നയിക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർമാർ 2 പേർ ഇന്ത്യക്കകത്ത് വെച്ചും പുറത്ത് വെച്ചും അവർ പറയുന്നു, എല്ലാ നയങ്ങളിലും മോദിയാണ് ശരിയെന്ന്. കാശ്മീർ നയം പൂർണ്ണമായും ശരിയാണെന്ന്. ആർട്ടിക്കിൾ 370 പിച്ചിച്ചേന്തിയത് നന്നായി എന്ന് പറയുന്നു. മോദി മഹാനാണെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ അഖിലേന്ത്യാ അവസ്ഥ അതാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ആകാനേ പറ്റൂ. അതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു പോംവഴിയും കോൺഗ്രസ്സിലില്ല. കോൺഗ്രസ് അതിൻ്റെ നയപരമായ രാഷ്ട്രീയമായ വൈകല്യം മൂലം തകർച്ചയിലേക്ക് അനുനിമിഷം നീങ്ങുന്ന കാഴ്ച നാം കാണുകയാണ്. നിലമ്പൂർ ആ പതനത്തിൻ്റെ ആക്കം കൂട്ടാൻ പോവുകയാണ്. നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്നാണ് BJP സംസ്ഥാന നേതൃത്വം പറയുന്നത്. പ്രാദേശിക നേതൃത്വം മത്സരിക്കണമെന്ന് പറയുന്നു. ഞാൻ BJP സ്ഥാനാർത്ഥി ഇല്ലാതെ പോയാൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? BJP സ്ഥാനാർത്ഥി ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം, അത് UDFനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഉണ്ടായാലും ഇല്ലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയം അതാണ്. എത്രയോ കാലമായി കേരളം കാണുന്നുണ്ട്. അന്ധമായ ഇടതുപക്ഷ വിരോധം മൂലം കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കാലമായി BJPയുമായി കൈകോർത്ത് പിടിക്കുന്നുണ്ട്. ആ തഴമ്പ് കാണും കോൺഗ്രസ് കൈപ്പത്തിയിൽ. BJPയുമായി കൈകോർത്ത് പിടിച്ച തഴമ്പ് ഇപ്പോഴും എപ്പോഴും ആ കൈപ്പത്തിയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പോരാട്ടം കോൺഗ്രസ് നയിക്കുന്ന UDFനെതിരെ മാത്രമല്ല, ആ കൂടെ BJPയെ കാണുന്നുണ്ട് ഞങ്ങൾ. ആ കൂടെ ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനമായ SDPയെ കാണുന്നുണ്ട്. SDPയും BJPയും UDFും എല്ലാം അടങ്ങുന്ന ഇടതുപക്ഷ വിരോധ കൂട്ടുകെട്ടാണ് അപ്പുറത്ത്. ഞങ്ങൾ അവരെയാണ് എതിരിടുന്നത്. ഈ പോരാട്ടം വർഗീയ ഭ്രാന്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, ന്യൂനപക്ഷ അവകാശം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്, മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതേതര ബോധമുള്ള വോട്ടർമാരും വോട്ട് ചെയ്യാൻ പോകുന്നത് LDFനായിരിക്കും. LDFിൻ്റെ സ്ഥാനാർത്ഥി CPMൻ്റെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് നിലമ്പൂരിൽ. കഴിഞ്ഞ തവണ ക്യാൻബറായിരുന്നല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? ഗുണകരമാവോ? കൂടുതൽ അത് LDFന് നൽകുന്ന ആവേശം വളരെ 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 വലുതാണ്. ഏറെക്കാലം കൂടി രാഷ്ട്രീയ പോരാട്ടം നടത്തുവാൻ വേണ്ടി കാത്തിരുന്ന അണികൾക്ക് അത് വമ്പിച്ച ഉത്തേജനമാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് അണികൾ. ആ അണികൾക്കെല്ലാം ആ ചിഹ്നവും ആ സ്ഥാനാർത്ഥിയും ഉണ്ടാക്കുന്ന ആവേശം CPMൻ്റെത് മാത്രമല്ല, ആ ആവേശം CPIക്കുണ്ട്, ആ ആവേശം LDFിലെ ഓരോ പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും തൃപ്തരാണ്, ആവേശഭരിതരാണ്. പൂർണ്ണമായിട്ടും രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം അല്ലാത്തതൊന്നും അവിടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായി ചെളിവാരി എറിയാനോ വേണ്ടാത്ത രാഷ്ട്രീയം പറയാൻ ഞങ്ങളില്ല. രാഷ്ട്രീയ പോരാട്ടമാണ്.
രാഷ്ട്രീയമായിട്ട് മേൽക്കൈയുള്ള LDF രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മത്സരിക്കും, രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കും. നിങ്ങൾ എപ്പോഴും അൻവറിനെ പറ്റി പറയല്ലേ ഇങ്ങനെ? അതൊരു കെട്ടുപോയ ചൂട്ടുകെട്ടാണ്, കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് ജീവൻ കിടക്കുന്നൊക്കെ അല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് നല്ലവണ്ണം അറിയാം അൻവറിനെ. പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്ന ചന്ദ്രപ്പൻ, നിങ്ങളുടെ നേതാവ് ഒരിക്കൽ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്പ് കൊണ്ട് പോലും, ഇത് പറഞ്ഞ വാക്കിയതാണ്, കമ്പ് കൊണ്ട് പോലും തൊടാൻ കൊള്ളാത്ത ആളാണ് അൻവർ എന്ന് പറഞ്ഞ ചന്ദ്രപ്പൻ്റെ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു.